ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ പ്രസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കേക്ക് കഴിഞ്ഞുള്ള ആകാംക്ഷയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ അപ്പനും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ് ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? 16 വർഷത്തെ ഇടവേള കഴിഞ്ഞ് എന്ത് ചൂടം വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കേക്ക് അതാ നോക്കൂ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ ആദ്യത്തെ. പറയൂ. ശരിക്കും പറഞ്ഞാ 14 വർഷം ജീവപര്യന്തമുള്ളൂ. ഞാനിവിടെ 16 വർഷമായിട്ട് 2 വർഷം കൂടുതൽ ഞാനിവിടെ ജീവപര്യന്തം അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. എത്രയുള്ള എനിക്ക് പറയാനുള്ളത്. ഇനി എത്ര കാലം അനുഭവിക്കണം എനിക്ക് അറിയില്ല. അവളുടെ കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം തരികയാണ് ഫ്രീ ആയിട്ട്. ഗൈസ്, കറങ്ങി നടക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒരിക്കലും കല്യാണം കഴിക്കരുത് ഗൈസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ ജീവിതത്തിൽ കാല് കെട്ടിയിടുക, നൂലില്ലാണ്ട് കാല് കെട്ടിയിടുക എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു 16ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങൾ രണ്ടുപേരും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഇതാണ്, അറിവാണ്. അവരുടെ ഈ കല്യാണം കഴിക്കാനുള്ള അതിയായ ആഗ്രഹമൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മുത്തിന് വിവാഹ ജീവിതം ബാധ്യതകൾ കൊണ്ട് നിറഞ്ഞതാണ്. അതാണ്, ബാധ്യതകൾ കൊണ്ട് നിറഞ്ഞൊരു സംഭവമാണ്. അന്ന് ശരി. ഇനി വേറൊരു കാര്യം, എന്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഹസ്ബൻഡാണ്. അതിൽ ഞാൻ വളരെയധികം ഭാഗ്യവതിയാണ്. ഞാൻ എന്റെ ഭർത്താവിന്റെ എപ്പോഴും പറയും, ഞാൻ എന്റെ കെട്ടിയവന്റെ ഇത്തിൽ കണ്ണി അത് പറയും. ഇത്തിൽ കണ്ണി. ഇനി ഞാൻ അവളെ പോഴ്ത്താൻ ഗൈസ്. എന്റെ ഏറ്റവും വലിയ ഭാഗ്യവും അതുപോലെ തന്നെ എന്റെ ഏറ്റവും വലിയ എന്താ പറയാ സ്വത്തുമാണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെയൊക്കെ പറഞ്ഞു കല്യാണം കഴിക്കാൻ പാടില്ല, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അപ്പന്റെ സ്വത്താണെങ്കിൽ അപ്പൊ ഞാനാരാ? അതെ, നീ വേറൊരു സ്വത്ത്, നീ മുത്തായ സ്വത്ത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ കല്യാണം കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതുവരെയുള്ള ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ 100% സംതൃപ്തരാണ് രണ്ടുപേരും. പക്ഷെ നമുക്ക് പല കാര്യങ്ങളും അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാണ്ട് ലൈഫ് അടിച്ച് പൊളിച്ച് നടക്കണം, നമുക്ക് വീടായിട്ട് ബാധ്യതകളില്ല, അല്ലെങ്കിൽ കറങ്ങി അടിക്കണം, അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വീട്ടിലേക്ക് വരേണ്ട ആവശ്യകത അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വരും. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇപ്പൊ നിലവിൽ മുത്ത് പഠിക്കുകയാണ്. മുത്ത് LKG പഠിച്ചു തുടങ്ങി അപ്പം തൊട്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തേക്കും കറങ്ങാൻ പോവാം, അല്ലെങ്കിൽ അങ്ങനെ അടിപൊളിയാക്കാൻ പറ്റും. എന്നിട്ടും ഞങ്ങൾ മുത്തിന്റെ പഠിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ 12 വർഷം ഞങ്ങൾ കളയാണ്. അല്ലെ, 12 അല്ല, LKG UKG ആകുമ്പോ 14. അല്ലേ, ഒന്നില് പഠിക്കുമ്പോഴാണ് നമ്മൾ ഓളന്ത്യ പോയേ. പറയണ്ട. അല്ല, എന്നാലും നമ്മൾ 30 ദിവസത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരെ ഇട്ടിട്ട് അത് കഴിഞ്ഞ് പിറ്റത്തെ പോലും പ്രതീക്ഷയോട് വീണ്ടും പോയി ഓളന്ത്യ. എന്നിട്ടാണല്ലേ പറയണേ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് ഒത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് അങ്ങനെ താമസിക്കുമ്പോൾ എല്ലാവരും പറയും നമ്മുടെ വയസ്സാം കാലത്ത് നമുക്ക് ബുദ്ധിമുട്ട്. നമ്മൾ വയസ്സാം കാലത്തെ കുറിച്ചൊക്കെ കണക്ക് കൂട്ടുന്നത് കൊണ്ടാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയൊന്നും കണക്കൂട്ടോ കാര്യങ്ങളൊന്നും വേണ്ട. അതൊക്കെ ആ സമയത്ത് എന്താ വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 50 കൊല്ലോ അല്ലെങ്കിൽ 65 കൊല്ലോ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴേ ആലോചിച്ചിരുന്ന് വെറുതെ വയ്യാണ്ടാവേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഫുൾ അടിപൊളിയായിട്ട് നടക്കാൻ കല്യാണം കഴിക്കുന്നതിനേക്കാളും നല്ലത് കല്യാണം കഴിക്കാനിരിക്കുകയാണ്. ഇപ്പൊ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിപ്പോ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അപ്പുറം രണ്ട് സൈഡിൽ നിന്നും ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും ആവശ്യമാണ്. അല്ലെ, ഇന്നത്തെ കാലത്ത് കൂടുതലും ഡൈവോഴ്സും കാര്യങ്ങളൊക്കെ വരാൻ മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് ഈഗോ, അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റായിക, അവര് പറഞ്ഞത് ശരിയായില്ല അല്ലെങ്കിൽ എന്റെ ഭാഗം ശരി, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും ശരി അങ്ങോട്ടും ഇങ്ങോട്ടും വരും, സംഭവിക്കും. അതൊക്കെ അങ്ങോട്ട് കണ്ടറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്നടിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു പൊളിച്ച്. കാരണം ഏറ്റവും ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും, എനിക്കിപ്പോ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് പ്രതിഷേധം. പ്രതിഷേധം ഏറ്റവും ഇഷ്ടമുള്ള ആളായിരിക്കും ഞാൻ. ഇങ്ങനെ രണ്ടുപേരും ഇഷ്ടമുള്ള ആൾക്കാർ തമ്മിൽ വഴക്കുണ്ടാവുമ്പോ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറാണ്. അപ്പൊ അത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പല ജീവിതങ്ങളും സക്സസ്ഫുൾ ആയിട്ട് പോവാം. അതെ അല്ലെ, നമ്മളെ പോലെ. അതല്ലേ അടുത്ത കൊല്ലം ഡൈവോഴ്സിന്റെ കോടതി ലെസ് ടോക്ക് മോർ ആക്ഷൻ. എനിക്ക് ഈ ഒരു 16ാമത്തെ വിവാഹ വാർഷികത്തില് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് അഡ്ജസ്റ്റ്മെന്റ് പോവാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അടിയുണ്ടായാലും വഴക്കുണ്ടായാലും അതൊരു 2-3 മണിക്കൂർ, അതിനപ്പുറത്തേക്ക് പോവില്ല. കാരണം ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു പിണക്ക് ഞങ്ങൾ തമ്മിൽ ഇതുവരെ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. നമുക്കിപ്പോ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പിണക്കം ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ദേഷ്യം വരിക എന്ന് പറയുന്നത് എന്റെ കൺസെപ്റ്റ് അനുസരിച്ച് അവിടെയല്ല നമ്മള്
ആ ദേഷ്യം നമുക്ക് വരുന്നത് ഇവളോടല്ല, ഇവള് ചെയ്ത ആ കാര്യത്തോടാവും. ചിലപ്പോൾ പർട്ടിക്കുലർ ഇവളോട് അത് ചെയ്യാൻ പറഞ്ഞു, ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവില്ല. എന്നോട് ചിലപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ അത് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഒരു കാര്യത്തോട് ദേഷ്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തൊരു കാണിക്കണം അങ്ങനെ അങ്ങനെയാന്ന് പറയുമ്പോൾ അവളും ചിലപ്പോൾ അത് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ കാര്യം കഴിഞ്ഞു, അതിനെ പിന്നെ നമ്മളത് വിമർശിച്ചിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടോ തെറ്റങ്ങടോ അങ്ങോട്ടോ പറ്റിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതാ പോട്ടെ, ഇനി പോലെ അത് ഉണ്ടാവട്ടെ, നോക്കാം, കാര്യം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാം ഒരു ഇതിലൂടെ പോവാണെങ്കിൽ കല്യാണം കഴിക്കണമെന്ന് കുഴപ്പമില്ല. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ സോറി പറയും. ഇപ്പൊ പ്രതിഷേധന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ പ്രതിഷേധൻ എന്റെ അടുത്ത് സോറി പറയും. അപ്പൊ അത് അങ്ങനെ കഴിഞ്ഞു. പിന്നെ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരാള് കഴിഞ്ഞു 2-3 ആൾക്കാരൊക്കെ ഇരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂളിലൊക്കെ പോയി ഫുള്ള് എൻഗേജ്ഡ് ആയി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യങ്ങൾ നോക്കണം, നമ്മൾ പണിക്ക് പോകുന്നു, നമുക്ക് അപ്പൊ അങ്ങനെ തിരക്കായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾക്ക് എന്താ പറയുക, പിള്ളേർക്ക് വേണ്ടി നമ്മൾ ഫുള്ള് പണിയെടുത്ത് നമ്മൾ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ലൈഫാണെങ്കിൽ അങ്ങനെ ജീവിക്കാം. പല ഇതുകളുണ്ട്. അത് ആൾക്കാരുടെ മനസ്സിൽ എന്താണ്, കല്യാണം കഴിച്ച് ജീവിക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കണം അല്ലേ? അല്ല, കല്യാണം കഴിക്കാൻ അതത്ര വലിയ സുഖമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. കല്യാണം കഴിച്ച് സക്സസ് ആയിട്ട് ഇങ്ങനെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യം. കല്യാണം എന്ന് പറയുമ്പോ പറയാ കല്യാണം നല്ല രസമുള്ള കാര്യം, കുഴപ്പമില്ല, അതിന് കല്യാണം കഴിക്കാം. പക്ഷെ അതൊരു റിസ്ക് ഫാക്ടേഴ്സ് കുറെ ഉണ്ടാവും. അല്ല, കല്യാണം കഴിച്ചിട്ടുള്ള നമ്മളുടെ ഒരു പുതുമ എന്ന് പറഞ്ഞ ഒരു കൊല്ലം അതിന്റെ ഒരു എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കാത്ത ലൈഫ് ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമാണെങ്കിൽ പിന്നെ അതൊരു അടിച്ചുപൊളി ജീവിതമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് എന്റെ ഒരു കൺസെപ്റ്റ് പക്ഷെ ഒരു ഏജ് കഴിഞ്ഞാൽ അവരൊരു ഒറ്റപ്പെട്ട പോലത്തെ ഒരു ഫീലിംഗ് അവര് വരാൻ. അതെ, എന്റെ ഒരു കൺസെപ്റ്റ് പറയാം, ആണുങ്ങൾക്ക് അങ്ങനെ ഒറ്റപ്പെട്ട ഫീലിങ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഇത് എനിക്കറിയില്ല, ഒരു 10 കൊല്ലം മുന്നേ, പിന്നെ ഇതേടെ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് 16 കൊല്ലം എങ്കിലും ഒരു 10-15 കൊല്ലം മുന്നേ ഒക്കെ വരെയുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു തോന്നൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മാനസികമായിട്ട് എന്താ പറയാ, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഈ കല്യാണം കഴിഞ്ഞില്ലേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ള ഒറ്റപ്പെട്ട് ജീവിക്കാനും സമൂഹത്തിൽ നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും, അത് ഉറപ്പാണ്. എന്തോ കുഴപ്പം അല്ലെങ്കിൽ അവരുടെ മൈൻഡ് ശരിയല്ലാത്തതുകൊണ്ടോ കല്യാണം കഴിക്കാത്ത അങ്ങനെയൊക്കെ ഒരു വിമർശനങ്ങൾ വരും. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചില്ലേ, ലൈഫ് എൻജോയ് ചെയ്ത് അടിപൊളിയാക്കുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല രീതിയിൽ ജീവിക്കുക, പൊട്ട രീതിയിൽ ജീവിക്കുക. നല്ല രീതിയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പല ഇഷ്ടങ്ങളുണ്ട്. അത് സമൂഹത്തിന് പൊട്ടയായതൊക്കെ പൊട്ട തന്നെയാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും അത് സമൂഹത്തിന് പൊട്ടയാണെങ്കിൽ പൊട്ടയാണ്. ആ രീതിയിൽ ജീവിക്കരുത്. നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയുടെ മുന്നിലേക്ക് ബാച്ചുലർ ലൈഫായാലും ആണിന്റെ ആയാലും പെണ്ണിന്റെ ആയാലും കൊണ്ടുപോകണമെങ്കിൽ ഒരു പ്രശ്നമില്ല. അതെ. അപ്പോൾ ഈ 16ാം വാർഷികത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയാണ്. ഇഷ്ടമുള്ളവർക്ക് കല്യാണം കഴിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് കല്യാണം കഴിക്കരുത്. പക്ഷെ നിർബന്ധിച്ച് ആരെയും കല്യാണം കഴിപ്പിക്കാനോ കല്യാണം കഴിപ്പിക്കാണ്ടിരിക്കാനോ നിങ്ങൾ നോക്കരുത്. അത് അവരുടെ മൈൻഡാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങൾ ഉണ്ടാവുമ്പോ അത് അങ്ങോട്ട് പറയാൻ, അത് ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ഒരു ഉണ്ട്. അത് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് ആശ്വസിപ്പിക്കാനും ഒക്കെ ഒരാൾ എപ്പോഴും ഉണ്ടാവും. നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ ഒപ്പം ഉണ്ടാവാന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യം. പക്ഷെ അത് വഴക്കില്ലാണ്ട് പോകുന്ന കുടുംബത്തിലല്ല ഇനിതേ. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. ഇത് കാണാണ് ഇപ്പൊ ഒരു അടിച്ചു പിരിയാറായ ഒരു ഫാമിലി നമ്മുടെ ഡയലോഗ് കാണുമ്പോ അതെ, അങ്ങനെ തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞത്. അത് പല ആൾക്കാർക്ക് കല്യാണം കഴിക്കുമ്പോ പല രീതിയിലൂടെയോ, ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പെൺകുട്ടി അല്ല എന്റെ ലൈഫിലേക്ക് പെട്ടെന്ന് കടന്നു വരണമെങ്കിൽ ചിലപ്പോ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന്. പക്ഷെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പ്രശ്നമില്ല, നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്കത് പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ലാണ്ട് പോകും. എത്ര ഫാമിലിയിൽ ചിലപ്പോൾ അടി കൂടി കഴിഞ്ഞാൽ കൊല്ലങ്ങളോളം അടിയായിട്ട് തന്നെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഡൈവോഴ്സ് ആവണം. നമ്മുടെ തന്നെ ഫ്രണ്ട്സ് സർക്കിളിൽ എന്തോരം ഉണ്ട്. അപ്പൊ അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഭാഗ്യം എന്നൊക്കെയാണ് ഇവിടെ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ്. 16 വർഷത്തെ ഞങ്ങളുടെ സന്തോഷമായിട്ടുള്ള ലൈഫില് ഞാനിപ്പോ ഇതൊക്കെ പരസ്പരം ജീവപര്യന്തം നിങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങൾ 16 വർഷത്തെ സന്തോഷം പങ്കിടുകയാണ് കേട്ടോ. മുത്തേ അമ്മയ്ക്ക് ഉമ്മ കൊടുത്തുകൊണ്ട് അപ്പൻ ആ ഒരു സന്തോഷം പങ്കിടുകയാണ്. മുത്തേ ഞങ്ങൾ ഉമ്മ കൊടുക്കാൻ പോവാണ് കണ്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ 16 വർഷത്തെ ജീവിതം സന്തുഷ്ടമായി ഞങ്ങൾ ഒരു കേക്ക് അങ്ങോട്ട് മുറിക്കാൻ പോവാണ്. മുത്തയാണ് ഈ കൊതി വന്നിട്ട് വായന്ന് വെള്ളം ഡൈനിങ് ടേബിളിന്റെ പുറത്ത് വീണ് തുടങ്ങി. ഇനിയും നമ്മൾ കഥ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതെ മുറിക്കാനായിട്ട് ചാൻസ് കിട്ടില്ല. മുത്ത് വാരി തിന്നു. അപ്പൊ അതിന്റെ കേക്ക് നമുക്ക് മെല്ലെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുറിക്കാം. അതിന് മുത്ത് മുറിച്ച് നമുക്ക് തരണം. അങ്ങനെയാക്കണം. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കിയത് ഞങ്ങളുടെ പ്രതിഷേധ കസിനാണ്. ചേച്ചി പപ്പയുടെ ചേട്ടന്റെ മോളാണ്. അപ്പൊ ചേച്ചി ഇന്നലെ ഞങ്ങൾക്ക് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. പൈനാപ്പിൾ കേക്കാണ്. അപ്പൊ ഞങ്ങൾ പൈനാപ്പിൾ കേക്ക് ഞങ്ങൾ മുറിക്കണ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് മുത്തിനെ കൊണ്ട് മുറിപ്പിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി തരണം. അപ്പൊ മുത്ത കേക്ക് മുറിക്കണം. എന്നിട്ട് ഞങ്ങൾക്ക് അപ്പൊ മുത്തുമണി മുറിച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തരും.
ഓക്കെ ഞാനോ ആ നീയേ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞങ്ങളുടെ ഇത് പാടിയാ മതി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഞങ്ങളുടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഞങ്ങളുടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആദ്യം അമ്മയ്ക്ക് കൊടുക്ക്, ആദ്യം അപ്പന് കൊടുക്കുക. എന്നാ മുത്ത് നിത. ഇല്ല കുഴപ്പമുണ്ട്. ആ നിക്ക്, ചെറിയ കഷ്ണം മൊത്തം അതേപോലെ തന്നെ മേത്തകടി ഒന്നും വെച്ച് തയ്ക്കാൻ പാടില്ല. എന്നാ അത് അപ്പന് കൊടുക്കുമ്പോ നിധിയാണ് ഇത് പിടിക്കേണ്ട ആള്. നിക്ക് ഒരു മിനിറ്റ്, അപ്പന് മേത്തകടി സ്റ്റൈലായിട്ട് കഴിഞ്ഞ വർഷം പോലെ ചെയ്യരുത്. അടിപൊളി. ഓ ഇനി മുത്തിന് കൊടുക്ക. ഒരു ചെറിയ കഷ്ണം എന്താ, ഞാൻ മുത്തിന് കൊടുക്കട്ടെ. എന്നാ മുത്തേ അതിന്റെ ഇടയ്ക്ക് വാരി തിന്നു പറ്റും. ഈ ചൊറിയാൻ കണ്ണനെ കൊണ്ട് തോറ്റൂല ദൈവമേ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്കുള്ള കേക്ക് മുഴുവൻ വാരി അടിക്കണു. പിടിക്കേ ഒരു പീസ് എനിക്കൊന്നും കാണില്ല. അവിടെ ചെന്ന് അയ്യോ അപ്പൊ ഷീനേച്ചിയുടെ കേക്ക് സൂപ്പർ കേക്കാണ് കേട്ടോ. കാരണം അടിപൊളിയായിട്ട് സൂപ്പർ കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്. അതെ നമ്മൾ കുറേ കേക്കുകൾ, എനിക്ക് ഇതിന് മുന്നേ നമ്മൾ കഴിച്ചിട്ടുള്ള ഏറ്റവും ടോപ്പ് ലക്ഷ്മിയുടെ കേക്കായിരുന്നു, ഓർമ്മയില്ലേ? അതെ എനിക്കങ്ങനെ പെട്ടെന്ന് ഷീനേച്ചി താങ്ക്സ്. അപ്പൊ അതെ, അപ്പൊ ഷീനേച്ചിയുടെ കേക്ക് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഭാഗത്ത് കരുവാങ്കാട് വെച്ചിട്ടൊക്കെ വല്ല ഓർഡർ ഉണ്ടെങ്കിൽ ഷീനേച്ചിന് ഞങ്ങളുടെ അവിടെ അറിയാവുന്ന തൊട്ടടുത്തുള്ള വല്ല ആൾക്കാരൊക്കെ വല്ല നല്ല കേക്കൊക്കെ ആണെങ്കിൽ ഷീനേച്ചിനെ ബന്ധപ്പെട്ടോളൂ. നല്ല സൂപ്പർ കേക്ക് ഞങ്ങൾക്ക് കിട്ടിയത് അടിപൊളിയായിരുന്നു. അപ്പൊ അതേപോലത്തെ കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അപ്പൊ ഇനി മുറുക്കി പല പല പീസുകളാക്കുക. അയ്യോ ചെറിയ എടുത്തടിക്ക്. ദേ പൈനാപ്പിൾ എടുത്തടിച്ചു. ഇവനെ എന്തിട്ടെന്ന് ഇത് നമുക്കൊന്നും തരുന്നില്ല. നീ ഇത് അയ്യേ വെറിയൻ. ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഗൈസ്. അതായത് ഒറ്റയടിക്ക് ഇത് മൊത്തം തിന്നു തീർക്കുക, അല്ലാണ്ട് പിന്നത്തേക്ക് വെച്ചു അല്ലെങ്കിൽ ചെറിയ കഷ്ണം തിന്നു അങ്ങനെയൊന്നുമില്ല. മധുര സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയ ആവേശമാണ്. മധുരം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടുകാർ പെടാന്ന് പറഞ്ഞാലപ്പോൾ പായസം, അതുപോലെ തന്നെ കേക്ക്, ഐസ്ക്രീം, 4 കിലോന്റെ ഐസ്ക്രീം ഒക്കെ ഞങ്ങൾക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം 3 പേര് കൂടി കഴിഞ്ഞാൽ പാലട 1 ലിറ്റർ ഞങ്ങൾ അപ്പം തന്നെ അലക്കും പടപടാന്ന് പറയും. പക്ഷെ ചോറ് അതേപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇങ്ങനെ മുത്ത് ബിരിയാണി അലക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാക്കി ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരു ടേസ്റ്റ് നോക്കി കഴിക്കാന്നല്ലാണ്ട് ഈ വക സാധനങ്ങൾ ഞങ്ങൾ നല്ല പടപടയ്ക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നാ പൈനാപ്പിൾ അല്ലെങ്കിലോ ഞങ്ങൾ ഇതൊന്ന് ഇനി കഴിക്കണം അല്ലേ? ഇതും അതിലേക്ക് വെച്ചോ കൊണ്ടുപോയില്ലോ. അപ്പൊ ഇനി എനിക്ക് ഒരു പീസ് കൂടി വെച്ചോ. പിന്നെ എപ്പോഴും കേക്ക് വെക്കെന്ന് പറയണ്ടല്ലോ. 2 പീസ് ഇതിനകത്തേക്ക് വെച്ചോ. ടീസ്പൂണും വേണോ നീ? ഇതാ ഞങ്ങക്ക് ഉള്ളത് കൂടി എടുക്കണം മുത്തേ. ഇത് എന്തിട്ടത്? എന്നാ എടുത്ത് വെക്കേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു 2 കഷ്ണം വീതം വെച്ച്, വലിയ കഷ്ണം ഞാൻ കഴിച്ചോളാം. 2 കഷ്ണം വെച്ച് കേക്കും അലക്കാണ്. അപ്പം എന്തായാലും കേക്ക് നല്ല ബെസ്റ്റ് കേക്കാണ് കേട്ടോ. അടിപൊളി ആയതുകൊണ്ട് തന്നെയാണ് നല്ല പൊരി പൊരിക്കാൻ പോണത്. ഇനി എന്നിട്ടും പകുതി ഉണ്ട്. 1 കിലോന്റെ കേക്ക് 1/2 കിലോന്റെ മേടിച്ചാൽ മതിയായിരുന്നു. തിന്ന് തീരണ്ടേ? കുഴപ്പമില്ല, പൂശാന്നല്ലേ നമുക്ക് പട്ടപ്പട്ടയെന്ന്, അല്ലെങ്കിൽ 1/2 കിലോ ബാക്കി വയ്ക്കാൻ വേണമെങ്കിൽ. അപ്പം എന്തായാലും ഞങ്ങൾ ഉള്ളത് കഴിക്കട്ടെ. പൈനാപ്പിളെ കട്ട് ചെയ്ത് ഇങ്ങനെ സ്ലൈസ് ആക്കി നിറച്ചിട്ടുണ്ട്. അത് ഫ്രഷ് പൈനാപ്പിള്. പൈനാപ്പിളിന് ഇപ്പൊ 90 രൂപ 100 രൂപ കേട്ടോ. അത് വില പൈനാപ്പിളിന്. അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ കേക്കിന് നല്ല വില വരും. നീ എന്തുട്ടാ മൊത്തം നീ പറയണേ? ഉള്ളത് മുഴുവൻ വാരി അടിക്കണുണ്ടാവൂ. ഞാൻ കേക്ക് കഴിക്കാത്ത കൈസാന്ന്. ആ പറയേ.
അല്ലല്ല, നല്ല തട്ടാറുണ്ട്. ഏറ്റവും ഇതിനു മുന്നേ ഞങ്ങൾ കഴിച്ചിട്ടുള്ള നെസ്റ്റോടെ കേക്കും നല്ലതായിരുന്നു അല്ലേ. പിന്നെ പല കേക്കുകളും വലിയ എയിം ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യത്തെ സൂപ്പറായിരുന്നു. ഇത് കഴിച്ചിട്ട് അടുത്ത കാര്യം ഓക്കെ, ഇത് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടാ. അപ്പൊ എന്തായാലും ഞങ്ങൾ കേക്കും കാര്യങ്ങളൊക്കെ ഒരു 3/4 ഭാഗം അവസാനിപ്പിച്ചു. ഇനി നേരെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നിതയുടെ വീട് വരെ പോകണം. അവർക്ക് വരാൻ പറ്റിയിട്ടില്ല, അവർ ഞങ്ങൾ വിളിച്ചിട്ടില്ല, അതാണ് വരാൻ പറ്റില്ല. ചിലപ്പോ വന്നേനെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചാലും അവർക്ക് വരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവർക്കൊരു വിഷമം. പ്രതീക്ഷ വിളിച്ചിട്ട് വരാൻ പറ്റിയില്ല, അതിങ്ങനെ ഫീലിങ്സ് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചില്ല. ഞാൻ ഫീലിംഗ് ഉണ്ടാവുന്നില്ലെന്ന് വെച്ചിട്ട് ഞാൻ വിളിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും കേക്ക് 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും 2 പീസ് കേക്ക് എടുത്തിട്ടുണ്ട്, അത് മതി, കുഴപ്പമില്ല. അപ്പൊ നേരെ നമ്മൾ അവിടെ പോയി അത് കൊടുക്കണം. പിന്നെ അവിടെ വീട് പണിയാൻ തുടങ്ങി. അവർക്ക് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു ഓടിട്ട വീടായിരുന്നു. അപ്പൊ അത് പൊളിച്ചു കളഞ്ഞിട്ട് ഇപ്പൊ ഒരു ടെറസ് പേര് അവിടെ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പണിയുണ്ട്. അപ്പൊ അവിടെ വരെ പോകണം. പിന്നെ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂളിയാൻറ്റിയുടെ വീട്ടിലേക്ക് പോകേണ്ടത്. മൂളിയാൻറ്റിയുടെ ജോബിയും ന്യൂഞ്ഞിയും വന്നിട്ടുണ്ട്. എന്റെ പപ്പയുടെ പെങ്ങളുടെ വീടാണ് മൂളിയാൻറ്റിയുടെ വീട് എന്ന് പറയുന്നത്. അത് മറ്റേ എവിടെ സ്ഥലം, മരവട്ടിച്ചാല്. ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ട് ദുബായിക്ക് ഞങ്ങളുടെ ഒപ്പം ആന്റിയും ചാച്ചനും വന്നില്ല ആ മൂളിയാൻറ്റിയുടെ വീട്ടിലേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടം വരെ പോകണം. അപ്പൊ നേരെ നിതയുടെ വീട്ടിലേക്ക്. ഞങ്ങള് നിതയുടെ വീട്ടിലെത്തിയിട്ടോ. നിതയുടെ വീട്ടിലെത്തിയപ്പോ കടയിൽ ഭയങ്കര റഷ് ആയതുകൊണ്ട് തന്നെ, കടയിലെ ഭയങ്കര റഷ് ഫുള്ള് ആളായതുകൊണ്ട് തന്നെ മുത്താണ് ബിസിനസ് കുറവാ. എനിക്ക് ഒരു മിഠായി വേണ്ട. അങ്ങനെ കച്ചവടത്തിന്റെ സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര ആവേശമാണല്ലോ ശരിക്കും പറഞ്ഞാൽ. എന്താ നിന്റെ അതിന്റെ കാരണം? ഫുള്ള് ചെടികൾ, അപ്പുറത്തെ വീട്ടിലെ ഫുള്ള് ചെടികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കേട്ടാ. നഴ്സറി കടയില് ഇതും കൂടി കച്ചവടം ഉണ്ടാ, എന്താ പറയാ, ഇല്ല അല്ലേ? ഞാൻ വിചാരിച്ചു ഇനി അതും കൂടി കച്ചവടം ഉണ്ടോന്ന്. നിറച്ചും ചെടികളൊക്കെ. ഇതൊക്കെ ചെറപ്പറ. ഇത് വെള്ളം ഒഴിച്ചിട്ടില്ല ഇതിനൊന്നും ചെടികൾക്ക്. എല്ലാ ചെടിയും കൊണ്ടുവന്നാ. അതൊക്കെ നമ്മുടെ വീട്ടിലിരിക്കുന്ന പോലത്തെ. ഇതൊക്കെ ഞാൻ ഉപേക്ഷിച്ച ചെടികളാ എന്തായാലും. കുറെ ചെടികളൊക്കെ ഉണ്ട്. മുത്തേ ബാ, നമുക്ക് അവിടെ വീട് പണിയിനോടത്തേക്ക് പോയിട്ട് വരാം. അപ്പൊ അവിടെ നിലവിൽ വീട് പണിയുന്ന സ്ഥലം വരെ ഒന്ന് പോയിട്ട് അവിടുത്തെ പണിയും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ നിധിയും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. അപ്പൊ നേരെ ഈ വീടിന്റെ തൊട്ടപ്പുറത്തെ ഉള്ളില് മെലഡിയുടെ കോപ്പി. അപ്പൊ ഞങ്ങള് നേരെ ആ വീട് പണിയുന്ന സ്ഥലത്ത് ഈ വഴി, അതായത് ഇവരുടെ പഴയ വീടാണ്, നിധയുടെ പഴയ വീടാണ് കേട്ടോ ഈ കാണുന്നത്. ഈ വീടിന്റെ അവിടെ നിന്ന് ലേശം ഇങ്ങോട്ട് ഈ വഴിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ പണിയുന്നത്. അപ്പൊ ഞങ്ങൾ കാർ ദേ ഇവിടെ ഒതുക്കിയിട്ടു. നമ്മുടെ പഴയ ലാൻസർ ഉള്ളപ്പോൾ ഇങ്ങനെ ഒതുക്കിയിട്ടായിരുന്നു, ഓർമ്മയുണ്ടെന്ന് എനിക്ക് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത്. അപ്പോൾ ഈ വീട്ടിലായിരുന്നു താമസിച്ചായിരുന്നു. അപ്പോൾ ലാൻസർ കൂടെ ഒതുക്കിയിട്ടു നമ്മൾ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വേഗം വിടും ഞാൻ. എന്താ, ഞാൻ വേറെ കാര്യങ്ങൾക്ക് വന്നുള്ളതാണ്. അന്ന് കട തുറക്കണ്ടേ, എനിക്ക് 7 മണിക്ക് കട തുറക്കണ്ടേ. എനിക്ക് അവിടെ കട തുറക്കണം. 7 മണിയാകുമ്പോഴേക്കും കട തുറക്കണം. അപ്പൊ ഞാൻ ഇവിടുന്ന് 6 മണിക്ക് എഴുന്നേറ്റ് പോകും. അതെ, 6 മണിയാകുമ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകും. ഞങ്ങളുടെ കല്യാണം നടന്നത് എങ്ങനെയാന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്, ആ കഥ ഇത്തിരി കഴിഞ്ഞിട്ട് പറയാൻ. ഇത് തുടർന്നോ. ബ്രെഡുകാരൻ. അപ്പൊ ഇവിടെ കടയിലേക്ക് ബ്രെഡ് കൊണ്ടുവരുന്ന ചേട്ടനുണ്ട്. ആ ചേട്ടൻ തന്നെയാണ് പ്രതിഷേധന്റെ കടയിലും ബ്രെഡ് കൊണ്ടുവന്നത് അല്ലേ? അപ്പൊ ആ ചേട്ടൻ മുഖാന്തരാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. ആ കല്യാണം നടന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കുക. അത് ചെറുകഥയായിട്ട് വേഗം പറയും. ഇവിടെ ഒരു ചെക്ക്, അവിടെ ഒരു ചെക്കനുണ്ട്, ഒരു ചെക്കുണ്ട്, കടയിലാണ് എന്നൊക്കെ പറഞ്ഞു. പാറമടി ഉണ്ട്. പാറമടാന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ റബ്ബർ തോട്ടം, ഇല്ലാത്ത റബ്ബർ തോട്ടം, റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. റബ്ബർ എസ്റ്റേറ്റ് കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്റെ ഉള്ളിൽ കിളി പോയി. റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്. റബ്ബർ എസ്റ്റേറ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഇല്ലതാനും. ഞങ്ങളുടെ തറവാട്ടില് ഷിബിച്ചേട്ടന്റെ വീട് നിന്നാലും സ്ഥലം, ജോസാറ്റിന്റെ വീട് നിന്നാലും സ്ഥലമൊക്കെ ഫുള്ള് റബ്ബറായിരുന്നു. അവിടെ മാത്രം റബ്ബർ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വീതം വെച്ചപ്പോ റബ്ബറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ ബാക്കിലത്തെ റബ്ബർ തോട്ടം കണ്ടിട്ടാന്ന് കൊണ്ട് റബ്ബർ തോട്ടം റബ്ബർ തോട്ടം എന്നൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് അടിച്ചു വിട്ടു. എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായില്ല. പിന്നെ എനിക്ക് കല്യാണം പ്രായമായിട്ടുണ്ടായിരുന്നില്ല. ശരിയാ, 17-മുക്കാലായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് അങ്ങനെ തന്നെ പ്രതിഷേധന്റെ അടുത്ത് പോയിട്ട് ആ ബ്രെഡുകാരൻ പറഞ്ഞു, ഇവിടെ ഒരു കുട്ടിയുണ്ട്, നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തിനോ പഠിക്കണം എന്താന്ന് പറഞ്ഞ ആൾക്കറിയില്ല, അതൊന്നും അറിയില്ല. ഞാൻ നമ്പർ തരാം, നിങ്ങൾ വിളിച്ചോളാൻ പറഞ്ഞു. എന്തായാലും ആ ബ്രെഡുകാരൻ പറഞ്ഞ് അങ്ങനെ കാര്യങ്ങൾ ഓക്കെ ആക്കിയിട്ടാണ് കല്യാണം നടന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആ ബ്രെഡുകാരൻ എങ്ങനെ എന്റെ നമ്പർ ഇവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. കാരണം ആ ബ്രെഡുകാരന് ഞാനുമായിട്ട് നല്ല വഴക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഒരാള് ഏതില്ല, മമ്മി ഏതില്ല.
മമ്മിയായിട്ട് നമ്മുടെ ഇവിടെ കല്യാണം ആലോചിച്ചിട്ടുള്ള ബ്രെഡുകാരനായിട്ട് വല്ല പ്രശ്നം ഉണ്ടായിണ്ടോ? എന്തോ അപ്പൊ ഇവിടെ ഇവർക്ക് ആ ബ്രെഡുകാരന് എന്നെ ഇഷ്ടമില്ലായിരുന്നു, ഇവരെ ഇഷ്ടമില്ലായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും തല്ലങ്ങോട്ട് കൂടട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ നല്ലൊരു പെൺകുട്ടിയുണ്ട്, ഇവിടെ ഇവരോട് പറഞ്ഞു അവിടെ നല്ലൊരു ചെക്കനുണ്ടെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെയാണ് അതാണ് ഇപ്പൊ 16 കൊല്ലമായിട്ട് നിക്കണത്. അപ്പൊ നിലവില് എന്താ ഉണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡുകാരന്റെ സംഭവം എന്താ ഉണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാല് ആള് വീട്ടിലേക്ക് ബ്രെഡ് കൊണ്ടുവന്നു. അപ്പൊ ഇവൻ ഇങ്ങനെ ബ്രെഡ് ഓരോ ദിവസം കൊണ്ടുപോകുമ്പോൾ ബ്രെഡ് 5 വെക്കും. അപ്പൊ മുന്നത്തെ ദിവസം ചിലപ്പോ 3 ചെലവുണ്ടായുള്ളൂ, അപ്പൊ 2 ചെലവായി ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ 5 ഞാൻ പല കമ്മിയുടെ വെക്കാറുണ്ട്, അത് കാരണം 5 വെക്കാറുണ്ട്. അപ്പൊ അവന്റെ 5 വെക്കാറുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരും വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്താ വെച്ചാൽ ബാക്കിയുള്ളവർ വെക്കാണ്ടിരിക്കാൻ വേണ്ടി ഇവൻ കയറ്റി കൊണ്ട് വെക്കും ബ്രെഡ്. അപ്പൊ ഞാൻ പറയും അവരെക്കടി വെക്കണം, നീ 5 വെക്കണല്ലേ, അത് 5 ഇരിക്കണോ ബാലൻസ് ഇരിക്കണം, അപ്പൊ അത് 2 അപ്പൊ അത് വീണ്ടും വെച്ചിട്ട് പോകും. 3-4 ദിവസം ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ കൂടുതൽ വെച്ച് പോയപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞു ഇനി നീ സാധനം വെച്ച് ഞാൻ വലിച്ചെറിയും, അന്നാ നീ വലിച്ചെറിഞ്ഞു ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ആ വലിച്ചെറിഞ്ഞു എനിക്ക് ദേഷ്യം വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ശരി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പോയി. പിറ്റേ ദിവസം വന്നു ബ്രെഡ് വെക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട. അപ്പൊ പിന്നെ സാധാരണ പോലെ നമ്മൾ പറയണത് വെച്ച് പോവും. അങ്ങനെ ആയതായിരുന്നു. അതിന്റെ പിന്നത്തെ ആഴ്ചയാണ് ഇവൻ വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു പെണ്ണുണ്ട് കല്യാണം ആലോചിക്കാന്നൊക്കെ. ആ സമയത്ത് ഞാൻ സാധാരണ ഗതിക്ക് വിചാരിച്ചത് എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന്. അല്ലാണ്ട് ഇവൻ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും, ആരെങ്കിലും അങ്ങനെ ചീത്ത കേട്ടാനോ വലിച്ചെറിഞ്ഞാനോ. അപ്പൊ ഞാൻ വിചാരിച്ചു അവനിങ്ങനെ പറഞ്ഞപ്പോ ഇവിടെയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളതായിരിക്കും. അപ്പൊ ഇവർ തമ്മിൽ അടിയാവാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നാ ശരി, രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് വന്നതാണ്. സംഭവം 16 കൊല്ലമായിട്ടും പ്രശ്നമൊന്നും ഇല്ല അല്ലേ? അതാണ്. അപ്പൊ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ കടയില്. മുത്തേ കാര്യം നീ നിനക്കൊന്ന് സഹായിച്ചു വിടാം അമ്മമ്മനെ. വേഗം സഹായിക്കും, സാധനങ്ങൾ എടുത്തു കൊടുക്ക് കേട്ടാ. വീട് പണിയുന്ന സ്ഥലത്തേക്ക് പോവാ. വാ, ഞങ്ങൾ നിതയുടെ അവിടെ വീട് പണിയുന്ന സ്ഥലത്ത് വന്നിട്ട് അതെ ഇവിടെയാണ് നിതയുടെ വീട് പണിയണത്, നിലവിൽ പുതിയ വീട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതേ ഒരു കിണറുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലം കേട്ടോ. 3 സെൻറ്റിൽ ഇത് 3 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ. അപ്പോൾ 3 സെൻറ്റ് സ്ഥലത്തിലുള്ള മാക്സിമം വലിപ്പത്തിൽ എത്രയാണ് 450-900 എത്രയാ ടോട്ടൽ? ഡാഡി ടോട്ടൽ എത്ര സ്ക്വയർ ഫീറ്റാ? 1072 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ ടോട്ടല്. 2 നിലയും കൂടിയിട്ട്. അപ്പോൾ 1000 എന്ന് പറയുമ്പോൾ 500 സ്ക്വയർ ഫീറ്റ് 500 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ നിലവിൽ ഇതിൽ 2 ബെഡ്റൂമും അതുപോലെ തന്നെ ഹോള് കിച്ചൺ വർക്ക് ഏരിയ. അതാണ് പുറത്ത് ഈ സൈഡിൽ ഇത്ര ഗ്യാപ്പ് ഉണ്ട്, വണ്ടിയൊക്കെ കയറ്റിയിടാനുള്ള ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അതിവിടെ അതേപോലെ ഫ്രണ്ടിലേക്കാണെങ്കിലും ഇത്ര ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക തള്ളണ സൈസ് ഗേറ്റ് ഒക്കെ ആണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ മടക്കി വെക്കുന്ന സൈസ് ഗേറ്റ് ആണെങ്കിൽ 2 വണ്ടിയൊക്കെ സുഖമായിട്ട് കയറ്റി വയ്ക്കാം. ഫ്രണ്ടിൽ കാണുന്ന കിണർ ഇത് കണ്ടു. ഇവിടെയും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഗേറ്റ് എങ്ങനെ സൗകര്യത്തിൽ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ ഇത് സ്ലാബ് ഇടുകയാണെങ്കിൽ സുഖമായിട്ട് വയ്ക്കണം, വലിയ വണ്ടി വരെ കയറ്റി നിർത്താനുള്ള സൗകര്യം ഈ 3 സെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാവുന്ന രീതിയിലാണ് പ്ലാൻ വരച്ചിട്ടുള്ളത്. ഏതാ അപ്പോൾ പിന്നെ അവിടെ വണ്ടി കയറ്റി നിർത്താൻ ഒരു കുഴപ്പമില്ല. അതേപോലെ സേഫ്റ്റി ടാങ്കിൻ്റെ ആണെങ്കിലും ഇതിപ്പോൾ ഫുള്ള് ഈ ചെറിയ സ്ഥലമായതുകൊണ്ട് ആദ്യം ഈ വക പണികൾ ചെയ്തു പോവാണ്. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ബാക്കി ഇതിലൊരു കോണി വരുന്നുണ്ട്. ഇപ്പോൾ ഈ സിറ്റ് ഔട്ടിൽ നിന്നാണ് കയറി കോണി മുകളിലേക്ക് പോകുന്നത്, 2ാം നിലയുടെ മുകളിലേക്ക് പുറത്തുനിന്നാണ് കോണി. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വക പണികളൊക്കെ ഫസ്റ്റ് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മളുടെ അവിടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ അവിടെ മട്ടിക്കല്ലുള്ളതുകൊണ്ട് മട്ടിക്കല്ല് ഇട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇത് സേഫ്റ്റി ടാങ്കിൻ്റെ 3 കുഴി. ഈ 3 കുഴി കഴിഞ്ഞിട്ട് ഇത് ഓവർഫ്ലോൻ്റെയാണ്. ഈ ഓവർഫ്ലോൻ്റെ ടാങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ പഴയ കാലത്തെ പോലെ ഓട് സാധനങ്ങളൊന്നും ഇടാണ്ട് 6 ഇഞ്ച് വെച്ച് ഫുള്ള് പാക്ക് ചെയ്താലേ പിന്നെ തുണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നം ലീക്കാവാണ്ട് പോയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പെർഫെക്റ്റ് ആയിരിക്കും. ഈ ഒരു രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി ടാങ്കിൻ്റെ വർക്ക് ചെയ്യേണ്ടത്. ഇനി ഇതൊക്കെ അറിയില്ലായിരുന്നല്ലോ. അതാണ് ഇത് എന്നോട് ചോദിക്കേണ്ട. എൻ്റെ ഇത് ഈ ഒരു കാര്യം ചോദിക്കാണ്ട് അല്ല കയറി വരുമ്പോൾ ഹോളും ഡൈനിങ്ങും ഈ ഒരു ഒറ്റ സംഭവം തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇത്ര ചെറിയ സ്ഥലമായതുകൊണ്ട് 2 ബെഡ്റൂം ചെയ്യണതുകൊണ്ട്. അപ്പോൾ ഈ കയറി വരുന്ന ഈ ഭാഗത്ത് ലിവിങ്ങും അതേപോലെ ആ കയറി പോകുന്നത് ചെറിയ ഡൈനിങ് ടേബിളും ഇടാവുന്ന രീതിയെ പറ്റുള്ളൂ. ഇവിടെ തന്നെ ടിവിയുടെ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ അത്രയ്ക്കുള്ള സ്പേസേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ചുമരലമാരി അല്ലേ? ഈ തിരുത്താത്ത എന്താ ചുമരിലെ അലമാരി. പിന്നെ ഇതൊരു ബെഡ്റൂം, ഇതൊരു ചെറിയ ബെഡ്റൂം, അതിൻ്റെ ബാത്റൂമും. പിന്നെ ഇത് അതിൻ്റെ ഒരു അലമാരി, ഒരു എന്താ പറയുക വിൻഡോ പുറത്തേക്കും. പിന്നെ എന്നുള്ള സാധനം ഒന്നുമില്ല. നിലവിൽ 2ാമത്തെ ബെഡ്റൂം ഈ കാണുന്നത്.
ഈ ബെഡ്റൂമും ഇതുപോലെ തന്നെ ഒരു വിൻഡോ പുറത്തേക്ക്, പിന്നെ ഇവിടെ ഒരു കട്ടിലിടാനുള്ള സ്ഥലം, പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ അലമാരി ഒരെണ്ണം വരും, പിന്നെ ഇതിലും ഒരു ബാത്റൂം. അപ്പം അങ്ങനെ 2 ബെഡ്റൂം അടുപ്പിച്ച് സ്റ്റീലിൻ്റെ കേട്ടോ കട്ടിലൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മുടെ സ്റ്റീലിൻ്റെ അടിപൊളി സാധനമാണ്. പിന്നെ അടുത്തത് നേരെ ഇവിടേക്ക് കയറുമ്പോൾ കിച്ചൺ. ഇത്രേ ഉള്ളൂ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്ര ഏരിയ ഫുള്ള് കിച്ചൺ. ഈ പുറത്തേക്ക് ഇറങ്ങണം. വർക്കേരിയും കിച്ചനും ഒരുമിച്ച് ഇറങ്ങുന്നത് അതിന്, അല്ലാണ്ട് ഇത് സെപ്പറേറ്റ് തിരിക്കണമൊന്നുമില്ല. അതെ അങ്ങനെ. പിന്നെ ഈ സൈഡിൽ ഇത്ര സ്ഥലം. അപ്പൊ 2 സൈഡിൽ, ഈ സൈഡിൽ വലിയ കാര്യമായിട്ടില്ല, 1 മീറ്റർ തന്നെ ഉള്ളൂ. ആ സൈഡിൽ പക്ഷെ ബാക്കിൽ സ്ഥലം ഉണ്ടല്ലേ. ബാക്കിൽ കുറച്ചുകൂടി ഉണ്ട്. ഇനി വേസ്റ്റ് ടാങ്ക് ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ സൈഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആറഞ്ചാണ് കേട്ടോ കിടക്കുന്നത്. 2 വേസ്റ്റ് ടാങ്ക് ഇനി അഡീഷണൽ വരും, അതിന്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട്. പുറത്ത് വേറെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനും അത് കെട്ടാനും കൂടിയുള്ള കല്ലും സാധനങ്ങളൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ അത് കിച്ചന്റെ സ്ലാബും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അപ്പം അങ്ങനെ ഇതാണ് ഒരു കുഞ്ഞ പെര, 500 സ്ക്വയർ ഫീറ്റ് ഉള്ള നിതയുടെ പുതിയ പെര. ഇത് നിതയ്ക്ക് വേണ്ടി പണിയണതാവോ, ഗിഫ്റ്റ് തരാനായിട്ട്? എനിക്കൊരു സംശയം, നിതയ്ക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് അവർ പണിയണതാണെന്നാണ് എൻ്റെ ഒരു സംശയം. നിത നീ പോയി നോക്ക്, വീട് പോയി പണി നോക്കുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. ആണോ? എന്നെ പറ്റിക്കാനാണോ? ഹരിനാമകൃഷ്ണ പറയേ. ആങ്ങളയുടെയാണ് അല്ലേ? അപ്പൊ പിന്നെ എന്തായാലും ഗിഫ്റ്റ് ആവില്ല. അവനോട് ചോദിക്കാൻ വല്ല ഗിഫ്റ്റ് അങ്ങനെ അനിയത്തിക്ക് ചെയ്യണ്ടോ? അല്ല ചേച്ചിക്ക് വല്ല ഗിഫ്റ്റ് അങ്ങനെ നീ കൊടുക്കാൻ ഉദ്ദേശിച്ച് പണിയണതാണോ? നീ പറ്റിക്കണ്ട, ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് വേണമെങ്കിൽ പറഞ്ഞു നോക്കാം. ഏത് അല്ലേ? അപ്പൊ ഇനി ചിലപ്പോ ശരിയായാലോ. അത് തന്നെ, ആങ്ങളോട് നമുക്ക് ചോദിച്ചു നോക്കാം ഇതേപോലെ, ആ ഉദ്ദേശത്തോട് കൂടിയാണോന്ന്. പിന്നെ എലിവേഷനൊക്കെ വരച്ചിട്ടുണ്ടെന്നുണ്ടല്ലേ ഇതിന്റെ? സംഭവം ഇതിന്റെ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ്. ഞാൻ ലേശം ഒന്ന് വൈഡാക്കി കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ഔട്ട്ലുക്ക്. ഇനി ഇതേപോലെ ഇതിന്റെ മുകളിലേക്കും ഒരു നിലയ്ക്കും വരും. അപ്പം അങ്ങനെ 2 നിലയും കൂടിയിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ. ഇവിടെ വാടകയ്ക്കൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുകൾ ചോദിക്കുന്നതാണ്. അപ്പോൾ അത് കാരണം ഇവിടെ ഈ അടുത്തുള്ള വീടുകളൊക്കെ ഇതേപോലെ 3 സെന്റിലുള്ള വീടുകളാണ് കേട്ടോ ഫുള്ള്. അപ്പോൾ കിണർ വെള്ളം ഇഷ്ടം പോലെ അല്ലേ? ഈ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 കൂലിയാണ് കേട്ടോ. ഈ ഒരു ലിൻഡിൽ ഹൈറ്റ് വരെ 500 സ്ക്വയർ ഫീറ്റ് കെട്ടാനായിട്ട് ഇവർക്ക് വന്നിട്ടുള്ളത്. അതായത് 7 പേര് ഇന്നും, ഇന്നലെ 5 പേരും, അങ്ങനെ 7 5 12 പേര് പണിതപ്പോൾ ലിൻഡിൽ ഹൈറ്റ് വരെയുള്ള സംഭവം എത്തിക്കഴിഞ്ഞു. 500 സ്ക്വയർ ഫീറ്റ് പണിയാൻ വേണ്ടിയിട്ട് അധികം തിക്കും തിരക്കില്ലാണ്ട് സാധാ രീതിയിൽ പണിത് തീർത്തു. അപ്പോൾ അത്രയാണ് വേണ്ടുമെന്ന്. അതായത് 2 ദിവസത്തെ പണിയെ വേണ്ടു നമുക്ക് 500 സ്ക്വയർ ഫീറ്റിൻ്റെ കട്ടകെട്ട് തീർക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് പണിയുന്ന ആൾക്കാരായതുകൊണ്ട് കേട്ടോ പെട്ടെന്ന് തീർന്നു. ഇല്ലെങ്കിൽ നീളം വലിക്കും, 7 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പണിയിപ്പിക്കുന്ന ആളും അടിപൊളിയായിരിക്കും, പണിയുന്ന ആൾക്കാരും അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് അതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. 2 മണിക്കൂർ ഇരുന്ന് വർത്താനം പറഞ്ഞു. ഇവിടുത്തെ എല്ലാ വർത്താനങ്ങളും തീർന്നു അല്ലേ? ഇനി നമുക്ക് ഇവിടുന്ന് തെറിക്കല്ലേ അടുത്ത വീടുകളിലേക്ക് സ്വീകരണങ്ങൾ ഏറ്റുമേടിക്കാനായിട്ട്. നമുക്ക് 2 ഗോലി സോഡ അടിച്ചു ഈ സമയത്ത്. ഇവിടെ വന്നവരെ കാശ് കളയും അല്ലേ? ഗോലി സോഡയും മിഠായി അടിച്ചിട്ട്. അപ്പോൾ ഓക്കെ ബൈ ബൈ. ഓക്കെ ബൈ 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 ബൈ. ബാനിതേ അങ്ങനെ ഞങ്ങൾ മോളിയാൻറ്റിയുടെ വീട്ടിലെത്തിയിട്ടോ. മോളിയാൻറ്റിയുടെ വീടിൻ്റെ അവിടെ വണ്ടി ഒതുക്കിയിട്ടു. ജോബിയുടെ വീടിൻ്റെ അവിടെ. ജോബിയുടെ വീടിൻ്റെ പണി പിന്നെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നോക്കി 4 മണിക്ക് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കറക്റ്റ് 7:30 എത്തി. കറക്റ്റ് ടൈം അങ്ങോട്ട് പാലിച്ചു. പിന്നെ ഒരു വീട്ടിലേക്ക് കൈ വീശി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. കൈ നിറയെ സാധനങ്ങളായിട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തിൻ്റെ ഫുൾ കൈ നിറച്ചല്ല, തല നിറച്ച സാധനങ്ങളായിട്ടാണ്. ഇത് കപ്പയുടെ മറ്റേ നടാനുള്ള സാധനം അല്ല കേട്ടോ, കരിമ്പാണ്, കരിമ്പ്. അപ്പോൾ മോളിയാൻറ്റിയുടെ വീട്ടിലൊരു കുന്ന് കരിമ്പ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇവർക്ക് പറമ്പിൽ നടുകയും ചെയ്യാം അല്ലേ? നേരെ നടക്ക്. മോളിയാൻറ്റിയുടെ വീട്ടിൽ മോളിയാൻറ്റി 4 മണി മുതൽ കാത്തിരിക്കണതാവും. മോളിയാൻറ്റി അതന്നെ നേരെ വാ. അതന്നെ ഞങ്ങൾ ചോദിച്ചുള്ള എന്താണ് കാര്യങ്ങളെന്ന്. ആ ടോർച്ച് നിങ്ങളുടെ വീട്ടിൽ വെളിച്ചില്ല. അപ്പൊ ഞങ്ങൾ ടോർച്ച് വരെ അടിച്ചു പിടിച്ചിട്ടാ വരുന്നത്. കണ്ണാട വെക്ക പെണ്ണേ, കണ്ണാട വെക്കടി നോക്കട്ടെ. നീ പോവാന്ന് പറയണ ശരിയാണോ? നീ ഒന്നും മിണ്ടണില്ല കേട്ടോ, ഭയങ്കര മോശമായി പോയി. ജോബി ഗൈസ്, ദുബായിൽ നിന്നും ജോബി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ജോബി ഞൂഞ്ഞിയുണ്ട്. മോളിയമ്മയുടെ മക്കളാണ് 2 പേര്. ഇതിന് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുള്ളായിരുന്നു, പിന്നെ വേറെ പരിചയപ്പെടുത്തുന്നുണ്ട്. ജോബി ഷർട്ട് ഇടാത്തതുകൊണ്ട് പരിചയപ്പെടുത്താൻ പാടില്ല. നിന്റെ ബോഡി കാണുമെന്ന് വെച്ചിട്ടാണോ? ഞാൻ ഷർട്ട് ഇടാണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് ജോബി, നീ പേടിക്കണ്ട. നീ അതിലൊന്നും വിചാരിക്കണ്ട. ജോബിയുടെ പെണ്ണുമാണ് കേട്ടോ. ഇത് കൊച്ച്. ഡാ ഹായ് പറയടാ. ഹായ്. ഹായ് പറയും. ഹായ്. പേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു. ആന്റി
ആ തിന്നാൻ പറ്റില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് ആന്റിയുടെ കേക്ക്. ആ അയ്യോ ആന്റി ഉണ്ടാക്കി ഉണ്ടാ ആ ആന്റി ഉണ്ടാക്കി അച്ചപ്പം ആ നോട്ടതേ ആന്റിയുടെ അച്ചപ്പം, ആന്റിയുടെ ഉണ്ട, ആന്റിയുടെ മറ്റേ കേക്ക്. അല്ല ആന്റിയുടെ ഇതിനെ കുറിച്ചും ഇല്ല പുകഴ്ത്തുണ്ട് ആന്റിയുടെ. ആന്റി ഇതൊക്കെ പാടുപെട്ട് ഉണ്ടാക്കി വെച്ചിട്ട് പൊട്ടേന്ന് പറയാൻ പാടില്ലല്ലോ. ആ ഏയ് സാധനം ബെസ്റ്റാണ് അതന്നെ. ഏയ് ചാച്ചൻ പറഞ്ഞു പൊട്ടയാണെങ്കിൽ നല്ലതെന്ന് പറയണമെന്ന്. ഞാൻ തിന്നോക്കട്ടെ എന്നിട്ട് പറയാം ആന്റി. അത് ചാച്ചൻ തളർത്താൻ വേണ്ടി പറഞ്ഞാൽ മതി. സാധനം ബെസ്റ്റാ, നോക്കട്ടെ. ഏവില്ല നീ ഒരു കഷ്ടം തിന്നിട്ട് വിവരം പറഞ്ഞടാ. പിന്നെ ആ ശരിക്കും പറഞ്ഞ അത്ര വലിയ ടേസ്റ്റ് ആയിട്ടില്ല. അത് ആന്റിനെ തളർത്തണ പോലെ ആവൂലോ എന്ന് വിചാരിച്ചിട്ട് പറയാം. ആന്റി കുറച്ചും കൂടി ഒന്ന് ശരിയാവാണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? എങ്ങനെയുണ്ട് കേക്ക്? ഈ കേക്ക് എങ്ങനെയുണ്ട്? ഭംഗിയല്ല, ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റും ഉണ്ട്. ആ നല്ല ടേസ്റ്റും ഉണ്ടെന്ന് അവള് പറഞ്ഞു. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണത് മൊത്തം നീ തിന്ന് തീർക്കണം കേട്ടോ. ഓക്കെ. ആ അങ്ങനെ ഞങ്ങളുടെ മോളേന്റിയുടെ രണ്ടാമത്തെ കറിയും ചോറും സംഭവം വന്നു. ആദ്യത്തെ ചായ കഴിഞ്ഞതിന് ശേഷം അല്ലെ. ഇനിയിപ്പോ എന്തായാലും കഴിക്കാണ്ട് ഇത് പറയാണ്ട് വന്നു കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത അവസ്ഥയായി. എന്താ ചെയ്യാ, ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇനിയിപ്പോ കഴിക്കാല്ലോ. എന്താ ചെയ്യാ, ഞാൻ ഡയറ്റിംഗ് ആയിരുന്നു അല്ല, ഇന്ന് മുതൽ ഡയറ്റിങ് പറഞ്ഞതായിരുന്നു. ഇനിയിപ്പോ മോളേന്റിക്ക് വിഷമാവില്ല. എന്താ ചെയ്യണ ജോബി, മോളേന്റിക്ക് വിഷമാക്കാൻ പാടില്ലല്ലോ അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്തായാലും കഴിക്കാന്ന് വിചാരിച്ചു. നീ വിളമ്പരുത് ന്യൂഞ്ഞി, വിളമ്പരുത്. നിനക്കുള്ളത് നീ വിളമ്പിക്കോ, എനിക്കുള്ളതാണ് നീ വിളമ്പരുത്. കാരണം ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഡയറ്റ് അന്ന് മുതല് അതാണ്. മതി മതി ഓക്കെ ഫുൾ. ഇനി ഇടരുത് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ മോളേന്റെ എവിടെയാ വായോ.